62 ലക്ഷം പേർക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടും അല്ലേ? അപ്പം നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് അതിനുവേണ്ടി വരും. പിന്നെ ഈ യുവാക്കൾക്ക് കൊടുക്കുന്ന പൈസ, അങ്കണവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർ, ഈ രീതിയിൽ എങ്ങനെ പോയാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പദ്ധതി എന്ന് പറയുന്നത് മിനിമം 1 കോടി പേരിലേക്ക് എത്തും. നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ 2.25 കോടിയാണ്. അതിലൊരു 40-45% ആളുകളിലേക്ക് ഈ സാമ്പത്തിക പദ്ധതി എത്തുന്നു എന്ന് പറയുമ്പം അതൊരു ചെറിയ കണക്കുകൂട്ടലല്ല, അതൊരു ചെറിയ രാഷ്ട്രീയ നീക്കമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നല്ല സാമ്പത്തിക പദ്ധതിയും സാമ്പത്തിക തീരുമാനമൊക്കെയാണ്. അറ്റ് ദി സെയിം ടൈം ഇതിനൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമാണ്. പരമാവധി ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. കൺസിസ്റ്റൻസി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ. മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രഖ്യാപനം നടത്തുകയും കൊടുക്കുകയും ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിർത്തുന്നതുണ്ട്. ഇത് 1980 EK നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് കർഷക തൊഴിലാളി പെൻഷൻ അന്നത്തെ തുകയിൽ 45 രൂപയാണ്. അന്ന് മുതൽ ഇടതുപക്ഷം എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ കൃത്യമായി അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. ഞാനുമില്ല, നീയുമില്ല, നമ്മളാകണം. നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം.